നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഒരു ഡിവൈസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇന്ന് ഈ ഡിവൈസിൽ കൂടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒട്ടുമിക്ക കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നത്. പേഴ്സ് എടുക്കണമെന്നില്ല, നമ്മുടെ ബാങ്ക് ഡയറക്റ്റ് കണക്റ്റഡ് ആണ് ഈ ഡിവൈസിലേക്ക്. എന്തിനാ പിന്നെ പേഴ്സിലേക്ക് അല്പം പണം എടുത്ത് വെച്ച് ചിലവാക്കുന്നത്? അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല, ടിക്കറ്റ് ഡിജിറ്റലായിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്കൊരാളുമായിട്ട് മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് ഇമെയിൽ കമ്പ്യൂട്ടറിലേക്ക് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഏതൊരു മെസ്സേജിങ് സംവിധാനം ഇവിടെ തന്നെയുണ്ട്. സോ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സംവിധാനമായി ഇത് മാറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കാതെ എങ്ങനെ മാന്യമായി ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുകയും അതിന് നമ്മുടെ കൂടെയുള്ളവരെ പ്രേരിപ്പിക്കുകയും നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതല്ലേ നല്ലത്. EMRൽ ഗ്രേപ്സ് കംപ്ലീറ്റ്ലി ഡിജിറ്റലായി ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലൊക്കെ തന്നെ ഈ ഒരു മാജിക് ഡിവൈസ് വളരെ ശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഗ്രേപ്സിലേക്ക് സ്വാഗതം. നമ്മളുടെ മൊബൈൽ ടവറുകളെക്കുറിച്ചുള്ള വലിയ പരാതികൾ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് കടന്നുപോയത്. നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്തൊരു ടവർ വരുമ്പോൾ വലിയ സമരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ടവറിൽ നിന്നുള്ള റേഡിയേഷൻ വലിയ പ്രശ്നമാകും എന്നൊക്കെയാണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് വെച്ചിട്ടല്ല പലരും അതിനെ സംസാരിക്കുക. കാരണം ഈ റേഡിയേഷൻസ് മൂലം നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാകും, ക്യാൻസർസ് ആണെന്ന് വരെയൊക്കെ പറയുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. ഈവൻ WHO പോലും അങ്ങനെയൊക്കെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്ന തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻറ്റൻസിറ്റി ഓഫ് ദിസ് റേഡിയോ വേവ്സ്. നമുക്ക് ഏതൊരു കാര്യവും നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന അത് എത്രമാത്രം ഇൻറ്റൻസിറ്റിയിൽ നമ്മൾ എത്തുന്നു എന്നതാണ്. നമുക്ക് കറണ്ട് പോകുന്ന ഒരു ദിവസം മെഴുകുതിരി എത്തിച്ചു വെച്ച് നമുക്ക് പാഠപുസ്തകങ്ങൾ വായിക്കാനും എന്തിനും നമുക്ക് പറ്റും. ആ മെഴുകുതിരിയുടെ അടുത്ത് നമ്മൾ ഇരിക്കേണ്ടി വരും. എന്നാൽ മുറിയിൽ എവിടെയോ ഒരു മെഴുകുതിരി ഇരിക്കുന്നു എന്ന് കരുതി ഒരു പുസ്തകം മറ്റൊരു സ്ഥലത്തിരുന്ന് വായിക്കാൻ പറ്റില്ല. ഒരേ മെഴുകുതിരിയുടെ തന്നെ അടുത്ത് വന്നിരിക്കുമ്പോൾ ആ പുസ്തകത്തിലെ അക്ഷരങ്ങൾ വ്യക്തമായി കാണാൻ പറ്റും. ദൂരം കൂടുന്തോറും ആ കാഴ്ച കുറഞ്ഞ് ആ മെഴുകുതിരി ഇരിക്കുന്ന അതേ മുറിയിൽ വളരെ അകലത്തിലിരുന്നാൽ വായിക്കാനേ പറ്റില്ല. കാരണം ആ മെഴുകുതിരിയിൽ നിന്ന് പുറപ്പെടുന്ന ആ പ്രകാശം എന്ന് പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്, അത് ഫോട്ടോൺസ് ആണ് നമുക്കറിയാം. അത് മെഴുകുതിരിയുടെ അടുത്ത് അത് വന്ന ആ പേപ്പറിലേക്ക് വീഴുന്ന പുസ്തകത്തിലേക്ക് വീഴുന്നതിൻ്റെ അളവ് വളരെ കൂടുതലാണ്, എണ്ണം വളരെ കൂടുതലാണ്. ഇൻറ്റൻസിറ്റി എന്ന് നമുക്ക് വിളിക്കാം. അത് നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. അവിടുന്ന് അല്പം ദൂരം മാറിയാൽ പോലും ആ ഒരു സർക്കിളിൽ നിന്ന് ദൂരേക്ക് പോകും തോറും ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വീഴുന്ന ആ പ്രകാശ കണികളുടെ എണ്ണം കുറഞ്ഞു പോകുക. കാരണം അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന റേസ് വിരിഞ്ഞ് വരുമ്പോൾ പിന്നെ അതേ സ്ഥലം അതേ ഡിസ്റ്റൻസിൽ വളരെ കുറച്ച് എണ്ണമേ വീഴത്തുള്ളൂ. ഇതുപോലെയാണ് നമ്മുടെ മൊബൈൽ ടവറുകളും. മൊബൈൽ ടവറിൻ്റെ ഒരു 150 മീറ്ററിനകത്ത് ഹൈ ഇൻറ്റൻസിറ്റിയിലാണ് ആ വേവ്സ് പോകുന്നത്. ആക്ച്വലി ഇത് പ്രകാശത്തിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്രീക്വൻസിയേക്കാൾ താഴെയുള്ളതാണ് നമ്മുടെ ടവറുകളിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നിരന്തരമായി നമ്മളിരിക്കുന്ന എല്ലാ സ്ഥലത്തും ഈ വേവ്സ് കിടന്നുണ്ട്. അനേകം ടവറുകളിൽ നിന്ന് വരുന്നുണ്ട്. നമ്മളൊരിക്കലും അതൊരു പ്രശ്നത്തിലേക്ക് നയിക്കില്ല. എന്നാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി ഏറ്റവും കൂടുതലുള്ള അതിന് തൊട്ടടുത്ത സ്ഥലത്ത് നിൽക്കുന്നാൽ നമുക്കത് പ്രശ്നമാണ്. ഇങ്ങനെയാണ് നമ്മളതിനെ തിരിച്ചറിയേണ്ടത്. കാരണം നമ്മളിപ്പോൾ ഒരു വാടകയ്ക്കൊരു മുറി കിട്ടുന്നത് ഒരു ടെറസിലാണെന്ന് വിചാരിക്കുക. അതേ ടെറസിൽ തന്നെ ഒരു മൊബൈൽ ടവർ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മുറിയിൽ സ്ഥിരമായി നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഹെവി ഇൻറ്റൻസിറ്റിയിൽ ആ ഒരു വേവ്സ് ശരീരത്തിൽ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ആ ടവർ വളരെ പല സ്ഥലങ്ങളിലായിട്ടിരിക്കുന്നു. നമ്മൾ സാധാരണ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതൊരിക്കലും നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ ഈ മൊബൈൽ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്റ്റൻസിൽ പിടിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അധികം പ്രശ്നങ്ങളില്ല. ആൾവേസ് ഉറങ്ങുമ്പോഴും എല്ലാം തലയുടെ അടുത്ത് ഇത് വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂട്യൂബൊക്കെ ഓൺ ചെയ്ത് തലയുടെ തൊട്ടടുത്ത് വെച്ചിട്ട് മണിക്കൂറുകൾ നീണ്ടുന്ന വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ടിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ ഇത് ടവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിൽ നിന്നൊരു വേവ്സ് പുറപ്പെടുന്നുണ്ട്. അത് തൊട്ടടുത്തുള്ള സ്ഥലത്ത് ഹൈ ഇൻറ്റൻസിറ്റിയിലാണ്. അത് നമ്മളെ ഡാമേജ് ചെയ്തേക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് തെറ്റിദ്ധാരണാജനകമായ ഒരുപാട് ടെക്നോളജി വിഷയങ്ങളിവിടെ ഉണ്ട്. അതിലൊരെണ്ണമാണ് മൊബൈൽ ഉപയോഗിച്ചാൽ മനുഷ്യർ ചീത്തയായി പോകുന്നത്, നമ്മുടെ കുട്ടികൾ ചീത്തയായി പോകുന്നത്, നമ്മുടെ സ്റ്റാഫുകൾ മൊബൈൽ ഉപയോഗിച്ചാൽ ജോലിയിൽ അവർ
ഉദാസീനത വരുത്തും എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മളവിടെ നല്ലൊരു സംസ്കാരം, കൾച്ചർ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് ഈ ഡിവൈസ് ഉപയോഗിക്കാതിരിക്കുക, അവരുടെ പ്രൊഫഷണൽ ആവശ്യങ്ങൾക്ക് ഇതിനോളം അവരെ സഹായിക്കാൻ നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾക്കോ ലാപ്ടോപ്പുകൾക്കോ കഴിയില്ല. സോ നമ്മുടെ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കുമ്പോൾ EMR EHR എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിലേക്ക് മൂവ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഗ്രേപ്സ് വളരെ അധികം എക്സിക്യൂഷൻസ് ഓൺ മൂവിൽ ചെയ്യാനായിട്ട് ഗ്രേപ്സ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻസ് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ സെർച്ച് ചെയ്താൽ നമ്മുടെ എല്ലാ മൊബൈൽ ആപ്ലിക്കേഷൻസും കാണാൻ പറ്റും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യമുള്ളത് അവർക്ക് ഡൗൺലോഡ് ചെയ്യാം. അവരുടെ ഗ്രേപ്സിലെ തന്നെ ലോഗിൻ ക്രെഡൻഷ്യൽ ഉപയോഗിച്ചിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും. അടുത്ത തലമുറ ഈ ഒരു മാജിക്കൽ ഡിവൈസിനെ അവരുടെ ജീവിതത്തിൻ്റെ പ്രൊഫഷനുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറുകളൊക്കെ ഒരു ഷോക്കേസ് പീസായി മാറാൻ പോവുകയാണ്. അതുകൊണ്ട് പഴി പറഞ്ഞ് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്, വിവേകപൂർവ്വം ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്.